മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9995540953. വടക്കാഞ്ചേരി നഗരസഭ റെയിൽവേ പരിസരത്തുള്ള മാലിന്യ നിക്ഷേപം നിർബാധം തുടരുന്നു. വിസർജ്യ മാലിന്യം ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിലാണ് മേഖലയിൽ തള്ളിയിരിക്കുന്നത്. നഗരസഭ ശുചിത്വ പരിപാടികൾ നോട്ടീസിൽ ഒതുങ്ങുന്നുവെന്നും ആക്ഷേപം. റെയിൽവേ പരിസരം മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറുന്നു. ശുചിത്വ നഗരമെന്ന് അവകാശപ്പെട്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടക്കുമ്പോഴാണ് നഗരഹൃദയത്തിനടുത്ത് തന്നെ വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപവും വലിച്ചെറിയലും നടക്കുന്നത്. വിസർജ്യ മാലിന്യം ഉൾപ്പെടെ വാഹനങ്ങളിലെത്തിച്ച് മേഖലയിൽ ഒഴുക്കിയ നിലയിലാണ്. വടക്കാഞ്ചേരി റെയിൽവേക്ക് പിൻവശം MRS റോഡിന് സമീപമാണ് വലിയ രീതിയിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള യാത്ര അസഹ്യമാണ്. ക്ലേലിയ സ്കൂൾ മുതൽ MRS സ്കൂൾ വരെയുള്ള 2 കിലോമീറ്റർ ഭാഗത്ത് റെയിൽവേയോട് ചേർന്നുള്ള സ്ഥലത്ത് പ്ലാസ്റ്റിക്കുകളും ഭക്ഷണ വേസ്റ്റും വിസർജ്യ മാലിന്യവും ഉൾപ്പെടെ വൻതോതിലാണ് തള്ളിയിരിക്കുന്നത്. MRSലെ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ വന്നുപോകുന്ന വഴിയരികിലാണ് ഇത്തരം മാലിന്യ നിക്ഷേപം. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് വലിയ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം നടക്കുന്നതായുള്ള വാർത്ത VCV പുറത്തുവിടുകയും റെയിൽവേ സൂപ്രണ്ടിന് പിഴയായിട്ടുള്ള നോട്ടീസ് നൽകി നഗരസഭാ സെക്രട്ടറി നടപടികൾ അവസാനിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ മേഖലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനോ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുവാനോ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് റെയിൽവേ പരിസരം സമാന്തര മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുവാൻ കാരണം. കേന്ദ്ര നഗരപാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ സർവേക്ഷനെ വരവേൽക്കുവാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ പ്രചാരണ പരിപാടികളാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. കുറാഞ്ചേരി മുതൽ അകമല വരെയുള്ള സംസ്ഥാന പാതയോരത്ത് ചിത്രങ്ങൾ വരച്ചും പൂന്തോട്ടങ്ങൾ ഒരുക്കിയും വലിച്ചെറിയൽ മുക്ത മാലിന്യ സന്ദേശങ്ങൾ നൽകുമ്പോഴും നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള ഈ മാലിന്യ നിക്ഷേപം ബന്ധപ്പെട്ട അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.